ഹലോ, ഹോട്ടലിൽ നല്ല വറുത്തരച്ച കടലക്കറി കാണുമ്പോൾ ആർക്കായാലും ഒന്ന് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ തോന്നും. അതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി കുതിർത്ത് വെച്ച കടലയിൽ അല്പം ഉരുളക്കിഴങ്ങും സവാളയും കൂടി ചേർത്ത് കുക്കറിലിട്ട് വേവിക്കാം. ഒരല്പം ഉപ്പ് കൂടി ഇടണേ. മിനിമം 7-8 വിസിലെങ്കിലും കടല വേവാൻ വേണം. എന്നിട്ട് ഒരു കടായിലേക്ക് അല്പം തേങ്ങ എടുത്ത് വറുക്കണം. മുക്കാൽ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വറുക്കാം. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തേങ്ങയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് തേങ്ങയുമായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് തേങ്ങാക്കുട്ടിന് വേണ്ടത്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടു വറുക്കാം. കടു വറുക്കുന്നതിനോടൊപ്പം ഒരല്പം തേങ്ങാ കൊത്തു കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കടലക്കറിക്ക്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർക്കാം. ഈ സമയം ഒന്നുകൂടി ഓർക്കണേ, ഒരല്പം കടല നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. ഇനിയാണ് ഈ വീഡിയോയുടെ സീക്രട്ടിലേക്ക് പോകുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ കൂട്ട് കടലക്കറിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും ആവശ്യത്തിന് കുരുമുളകും കുറച്ച് കറിമസാലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കറിക്ക് ഒരല്പം കൊഴുപ്പ് കിട്ടാനാണ് ഈ ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നേരത്തെ മാറ്റിവെച്ച കടല ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതേ കൺസിസ്റ്റൻസിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ച് എടുക്കണം. ഈ കൂട്ടുകൂടി കടലയിൽ ചേർക്കാം. ഇനി കറി നന്നായി വെട്ടി തിളപ്പിക്കാം. ഇനിയാണ് അടുത്ത സീക്രട്ടിലേക്ക് പോകുന്നത്. വെന്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉടച്ച് കറിയിൽ ചേർക്കാം. കടലക്കറിക്ക് നല്ല കൊഴുപ്പേകാൻ ഇത് സഹായിക്കും. ലാസ്റ്റിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ഈ കറിയിൽ ചേർക്കാം. എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ട്, പക്ഷെ ആരും അധികം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.